അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 2ാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത ഉലൂമുദ്ദീനിന്റെ വർക്ക് ബുക്കിന്റെയും 7ാം ചാപ്റ്ററാണ് വായിക്കുന്നത്. ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് നടത്തും വരുന്ന പാഠാണ്. പാഠത്തിൽ പറയുന്നത് ദിക്റുകളെ കുറിച്ചാണ്. വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എന്താ ചൊല്ലേണ്ടത്, ഇടത് കാല് വെച്ച് കയറേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, വലത് കാൽ വെച്ച് കയറേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി തന്നെ പറയുന്നു. നോക്കു, വായിക്കാം. അബ്ദുറഹീം നേരത്തെ ഉണർന്നു. സിയാറത്ത് യാത്രയുടെ ആവേശത്തിലായിരുന്നു അവൻ. വീട്ടുകാരെല്ലാം കുളിച്ചൊരുങ്ങി സുബഹി നിസ്കരിച്ചു ദുആ ചെയ്തു. ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങി. ഉപ്പ പറഞ്ഞു, യാത്രക്കിറങ്ങുമ്പോൾ ഇടതുകാലാണ് മുന്തിക്കേണ്ടത്. ശുചിമുറിയിലേക്കും അങ്ങാടിയിലേക്കും ഇടതുകാൽ വെച്ച് തന്നെയാണ് പ്രവേശിക്കേണ്ടത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഉപ്പ ഉച്ചത്തിൽ പറഞ്ഞു. എല്ലാവരും ഏറ്റു ചൊല്ലി. വാതിൽ പൂട്ടി പുറത്തിറങ്ങി. ഉച്ചയോടവർ ഏർവാടിയിലെത്തി. സിയാറത്ത് ചെയ്തു. നന്നായി ദുആ ചെയ്തു. ശേഷം അവർ നാഗൂരിലേക്ക് യാത്ര തിരിച്ചു. ഓരോ സ്ഥലത്തെയും ചരിത്രങ്ങൾ അബ്ദുറഹീം നോട്ട്ബുക്കിൽ എഴുതി. തിരിച്ചു വരുമ്പോൾ മൃഗശാല സന്ദർശിച്ചു. കടൽ തീരത്തും പോയി. സന്തോഷത്തോടെ തിരിച്ചെത്തി. ഉപ്പ പറഞ്ഞു, മസ്ജിദ്, വീട്, വിദ്യാലയങ്ങൾ തുടങ്ങിയ നല്ല സ്ഥലങ്ങളിലേക്ക് വലതുകാൽ വെച്ചാണ് പ്രവേശിക്കേണ്ടത്. ബിസ്മില്ലാഹി വലജ്ന ഒ ബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലി വലതുകാൽ വെച്ച് വീട്ടിൽ കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ ദിക്ർ ചൊല്ലി വീട്ടിലേക്ക് കടന്നു. ദിക്ർ ചൊല്ലി ഭക്ഷണം കഴിച്ചു. അപ്പോൾ പിശാച് കൂട്ടുകാരോട് പറയും, ഇന്ന് രാത്രി നിങ്ങൾക്കിവിടെ ഭക്ഷണമില്ല, താമസിക്കാൻ അവസരവുമില്ല. ഹസ്ബുനല്ലാഹ്, നമുക്ക് അല്ലാഹു മതി. ദിക്റിന്റെ മഹത്താണ് അവസാനത്തെ പാരഗ്രാഫ് പറഞ്ഞ്. നഖറ വനഫ്, നമുക്കൊന്ന് വായിക്കാം. മുന്തിക്കേണ്ടത് പ്രിഫർ, പ്രവേശിക്കുക എൻ്റർ, ശുചിമുറി ടോയ്ലറ്റ്, ഉച്ചത്തിൽ ലൗഡ്ലി, അങ്ങാടി മാർക്കറ്റ്, മൃഗശാല സൂ, സിയാറത്തുൻ സന്ദർശനം വിസിറ്റ്, വലജിന ഞങ്ങൾ പ്രവേശിച്ചു, വി എൻറ്റേഡ്, ദുആ പ്രാർത്ഥന പ്രയർ, ഖറജിന ഞങ്ങൾ പുറപ്പെട്ടു, വി സ്റ്റാർട്ടഡ്, ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ് ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. ദഫ്തർ തോലബ് നോക്കി ദീപാത്തുകൾ നമുക്ക് ദഫ്തർ വായിക്കാം. ഒന്നാമതായി ബിസ്മില്ലാ, അതിൽ നുറത്തിബു ക്രമീകരിക്കാനാണ്, ഓർഡറാക്കിയത. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്ർ ഡിസോർഡർ ആക്കാൻ കൊടുത്തില് എന്ത് ചെയ്യുക, ക്രമത്തിൽ എഴുതുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് എഴുതുക. രണ്ടാമത്തത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദിക്ർ ഡിസോർഡർ ആക്കാൻ കൊടുത്തിട്ടില്ല, അത് എന്ത് ചെയ്യുക, ക്രമത്തിൽ ചെയ്യുക. ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന. രണ്ടാമത്തെ ആക്കിയിട്ട് ഉജീബുത്തരം ഇതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രണ്ടാമത്തെ ചോദ്യം, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്, ബിസ്മില്ലാഹി വലജ്ന ഒ ബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന. അബ്ദുറഹീമും കുടുംബവും എവിടെയെല്ലാം സന്ദർശിച്ചു? ഏർവാടി, നാഗൂർ, മൃഗശാല, കടൽ തീരം. മൂന്നാമത്തെ വർക്കാണ് നംല. ഈ കോളം ഫില്ല് ചെയ്യാനാണ്. വലതു കാൽ വെച്ച് കയറണം എവിടേക്കെല്ലാം? ശുചിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, ശുചിമുറിയിൽ നിന്ന്, വിദ്യാലയങ്ങൾ, മസ്ജിദ്, വീട്, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, സ്വലാത്ത് മജ്ലിസ്, ഇവിടൊക്കെ വലതുകാൽ വെച്ചാണ് കയറേണ്ടത്. രണ്ടാമത് ഇടതുകാൽ വെച്ച് കയറണം. ഇങ്ങോട്ടൊക്കെ പറയാം, വിദ്യാലയങ്ങളിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ദിക്റിന്റെ മജ്ലിസിൽ നിന്ന്, അങ്ങാടി, ശുചിമുറി, വാഹനത്തിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഇനി നാലാമത്തെ വർക്ക് നൻസഹ്, കോപ്പി ചെയ്ത പോലെ എഴുതാം 3 പ്രാവശ്യം. ഭക്ഷണം, കൂട്ടുകാര്, അങ്ങനെ പ്രവേശിക്കുക, വിദ്യാലയം, മൃഗശാല, സ്ഥലം, ഏറ്റുചൊല്ലി, യാത്ര, ഉണർന്നു, ശുചിമുറി, അങ്ങാടി. വൃത്തിയിൽ 3 തവണ എഴുതാം. അവസാനത്തെ വർക്ക് നോക്കൂ. നുൻഷിൽ കലിമ, താഴെ പറയുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച്
പദങ്ങൾ നിർമ്മിക്കാനാണ്. എ എഴുതി, വി വീട്, പ പറഞ്ഞു, ടി വീട്ടിലെത്തി, ങ നിങ്ങൾ, ത്ര രാത്രി, തു തോ തോണി, മൃഗം, ൽ ഉച്ചത്തിൽ, ശ സന്ദർശനം, ക പ്രവേശിക്കുക, നെ മുന്തിക്കേണ്ടതിന്, ഊ ഊണ് ഊഞ്ഞാല്, യാ യാത്ര സിയാറത്ത്, പാ പാമ്പ് പാഠം, കു കുട കുരുമുളക്, ഒ ഒരുക്കം ഒരു. അല്ലാഹു തആല നമുക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.